നമസ്കാരം. 1997 ജൂലൈ 28 രാവിലെ ഏകദേശം ഒരു 11 മണിയാകും. ആ സമയത്ത് ബ്രസീലിലെ സാവോപോളയിലെ സ്റ്റേറ്റ് പാർക്കിൽ ഒത്തിരിയേറെ പോലീസുകാരെ എത്തിയിരിക്കുകയാണ്. ആ പാർക്കിന്റെ ഉൾഭാഗത്ത് നിന്ന് രൂക്ഷമായ ഗന്ധം അനുഭവപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആരോ നടത്തിയ തിരച്ചിലിൽ അവര് കണ്ട കാഴ്ചയാണ് ആ പോലീസുകാരെ അവിടെ എത്തിച്ചത്. വിവരം നേരത്തെ അറിഞ്ഞതുകൊണ്ട് തന്നെ പോലീസിനൊപ്പം ഫോറൻസിക് ടീമും കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. അവര് ആ രൂക്ഷഗന്ധം അനുഭവപ്പെട്ട സ്ഥലത്ത് വന്നപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിലുള്ള ഒരു ശരീരം കിടക്കുകയാണ്. പക്ഷെ അതൊരു സ്ത്രീയുടേതാണെന്ന് വ്യക്തമാണ്. നന്നായി ആ ബോഡി അഴുകിയിട്ടുണ്ട്. ആ ബോഡി അവിടെ എത്തിയിട്ട് കുറെ ദിവസമായെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. പോലീസും ഫോറൻസിക് വിഭാഗവും ആ ബോഡി വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. ആ ബോഡിയിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയുന്ന ശൈലിയിലല്ല ആ ബോഡിയുടെ അവസ്ഥ. ആ ബോഡി പരിശോധിച്ച് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഫോറൻസിക് ടീമിന് ഏകദേശം ധാരണയായി. അവർ അക്കാര്യം പോലീസിനോട് പറയുകയും ചെയ്തു. കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു യുവതിയാണ്. കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന പദം എടുത്തു പറയാനുള്ള കാരണം ഫോറൻസിക് ടീമിന്റെ ഒരു കണ്ടെത്തലാണ്. ആ പെൺകുട്ടിയുടെ കഴുത്ത് ലേശം ചരിഞ്ഞായിരിക്കുന്നത്. കഴുത്തിൽ ബലമായി ആരോ പിടിച്ച് ഞെരിച്ചതിന്റെ ഫലമായിട്ട് കഴുത്ത് ചരിഞ്ഞിരിക്കുന്നതാണ്. ആ കുട്ടിയുടെ പുറത്തുണ്ടായിരുന്ന ഡ്രസ്സ് അവളുടെ പുറത്തുനിന്ന് അഴിച്ചു മാറ്റി അല്പം ദൂരേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ശരിക്കും ആ ഡ്രസ്സ് തന്നെയാണ് അവളുടെ കഴുത്ത് ഞെരിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഡ്രസ്സ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഫോറൻസിക്കാർക്ക് ആ ഡ്രസ്സിനകത്തുനിന്ന് ഡ്രസ്സിന്റെ ഉടമയുടെ ID കാർഡ് കിട്ടി. എലിസാൻഡെ ഫ്രാൻസിസ്കോൾ എന്ന ഒരു യുവതിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സവോപോള ടൗണിലാണ് ആ പെൺകുട്ടിയുടെ അഡ്രസ്സ് കാണിക്കുന്നത്. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നിടയിൽ തന്നെ ടൗണിലുള്ള ആ വീട്ടിൽ ബന്ധപ്പെട്ടു. അവിടെ ഒരു സ്ത്രീയാണ് താമസിക്കുന്നത്. അവർക്കൊപ്പം താമസിച്ചിരുന്ന അവരുടെ ബന്ധു കൂടിയായ പെൺകുട്ടിയെ കാണാനില്ല എന്ന പരാതി അവർ പോലീസിൽ കൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. വിവരം അറിഞ്ഞതും ആ ലേഡി ആ പാർക്കിലേക്ക് ഓടിയെത്തി. ആ വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും കണ്ടപ്പോൾ തന്നെ അവർക്ക് കൊല്ലപ്പെട്ടിരിക്കുന്നത് അവരുടെ ആ ബന്ധുവായ പെൺകുട്ടിയാണെന്ന് വ്യക്തമായി. കൊല്ലപ്പെട്ടിരിക്കുന്ന ആരാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി കണ്ടെത്തേണ്ടത് ഒരു സിമ്പിൾ കാര്യമാണ്. ആരാണ് ആ പെൺകുട്ടിയുടെ കൊലപാതകം നടത്തിയത്? അതോടൊപ്പം അവളുടെ പരിചയക്കാരിൽ നിന്നുള്ള മൊഴികൾ ശേഖരിച്ചു. അവൾ പഠിക്കുന്ന സ്ഥാപനവുമായി കണക്ട് ചെയ്ത് വിവരശേഖരണം നടത്തി. അതിവേഗം പോലീസ് ആക്ട് ചെയ്യുകയാണ്. അപ്പോഴാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലായത്. അവളെ അവസാനമായി ആളുകൾ കണ്ടിരിക്കുന്നത് സമീപത്തുള്ള ഒരു മാളിൽ വെച്ചാണ്. ആ മാളിൽ അവള് എത്തിയത് അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണാനാണെന്ന് അവളുടെ കോളേജിലെ കൂട്ടുകാരികൾ പോലീസിനോട് പറയുകയും ചെയ്തു. ബോയ് ഫ്രണ്ടോ? ആ ബോയ് ഫ്രണ്ടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. അവൾ ആദ്യമായി ഡേറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. വന്നിട്ട് വിശദ വിവരങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അവളെ കാണാത്തതുകൊണ്ട് ഞങ്ങൾ അവളുടെ ആന്റിയെ ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഞങ്ങളും ആന്റിയും ചേർന്ന് പോലീസിൽ പരാതി നൽകിയത്. ശരിക്കും ഈ പരാതി കൊടുത്തിട്ട് ഇപ്പൊ ഏകദേശം 2 ആഴ്ച ആകാറായിരിക്കുകയാണ്. അവള് കാണാൻ പോയ ആ ബോയ് ഫ്രണ്ട് അതാരാണെന്ന് കോളേജിലെ കൂട്ടുകാരികൾക്ക് ആർക്കും അറിയില്ല, ആന്റിക്കും അറിയില്ല. അവളുടെ വേറെ പരിചയക്കാർക്ക് അറിയാമെന്ന് ചോദിച്ചാൽ അവർക്കും അറിയില്ല. ഇന്നത്തെ പോലെ ഈ മാളിനകത്ത് നിറയെ CCTV ക്യാമറ ഉള്ള കാലഘട്ടവുമല്ല. അതുകൊണ്ട് തന്നെ ആ മാളിൽ അവളെ കാണാൻ വന്ന അവളുടെ കാമുകൻ ആരാണെന്ന് കണ്ടെത്താൻ വിഷ്വൽസ് ഒന്നും പോലീസിന്റെ കൈവശമില്ല. ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ ആയിട്ടില്ലാത്തത് കൊണ്ട് ഈ മൊബൈലുമായി ബന്ധപ്പെട്ട കോൾ ഡേറ്റ റെക്കോർഡും അനുബന്ധ സംവിധാനങ്ങളിൽ കളക്ട് ചെയ്യുന്ന വെച്ചാൽ അത് നടക്കത്തില്ല. കോൾ ഡേറ്റ റെക്കോർഡില്ല, CCTV വിഷ്വലുകളില്ല, പിന്നെ കണ്ട ആളുകളുമില്ല. പോലീസ് ശരിക്കും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അന്വേഷണം നടത്തിയേ പറ്റൂ. ആ പാർക്കിൽ ആ ദിവസം എത്തിയിരിക്കാൻ സാധ്യതയുള്ള ആളുകളേക്ക് തിരക്കുമ്പോൾ ഒരുപാട് ആളുകൾ പാർക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ആ പെൺകുട്ടി മിസ്സായത്. അതിനോടനുബന്ധിച്ച് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ആ പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുക. പാർക്കിനകത്ത് വളരെ ഉള്ളിലായിട്ടാണ് ആ ഡെഡ് ബോഡി കിടന്നത്. അവിടേക്ക് സാധാരണഗതിയിൽ ആരും പോകാത്തത് കൊണ്ടാണ് ആ ഡെഡ് ബോഡി ഇത്രയും ദിവസം അവിടെ കിടന്നിട്ടും ആരുടെയും ശ്രദ്ധയപ്പെടാത്തത്. ഇത് ഏതോ മൃഗങ്ങൾ അവളുടെ ബോഡി കടിച്ചെടുത്ത് അല്പം ദൂരേക്ക് കൊണ്ടുവന്നപ്പോൾ അതിൽ നിന്നുണ്ടായ ഗന്ധമാണ് യഥാർത്ഥത്തിൽ ആളുകളെ അവിടേക്ക് എത്തിച്ചത്. പോലീസിന്റെ അന്വേഷണം അങ്ങനെ അനിശ്ചിതം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും അങ്ങനെ കടന്നു പോവുകയാണ്. 1998 ജനുവരി തുടങ്ങി അതേ ദിവസം കഴിയുമ്പോൾ വീണ്ടും അതേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആ പാർക്കിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്. നേരത്തെ ആ പെൺകുട്ടിയുടെ ബോഡി കണ്ട സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു 400 മീറ്റർ ഇടത്തോട്ട് മാറി ഒരു ഡെഡ് ബോഡി കിടക്കുകയാണ്. ആ ഡെഡ് ബോഡിയും ഒരു സ്ത്രീയുടേതാണ്. ഫോറൻസിക്കാർ പരിശോധിച്ചപ്പോൾ ഏകദേശം 20 - 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയാണെന്ന് ബോധ്യമാവുകയും ചെയ്തു. ആ സ്ത്രീയുടെ പുറത്തും വസ്ത്രങ്ങളില്ല. വസ്ത്രം അഴിച്ചെടുത്ത് കഴുത്തിൽ കുരുക്കി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. വസ്ത്രം എന്നിട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അവളുടെ ബോഡി അഴുകി തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവൾ മരിച്ചിട്ട് അധിക ദിവസം ആയില്ല എന്ന് അവളുടെ ബോഡി പരിശോധിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഫോറൻസിക്കാർ പോലീസോട് പറയുകയും ചെയ്തു. പക്ഷേ അവളുടെ മുഖം വികൃതമാക്കിയിരിക്കുകയാണ്. അവളെ കൊന്ന ആള് അവളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി
മുഖം വികൃതമാക്കിയതാണ്. പോലീസ് എൻക്വസ്റ്റ് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫോറൻസിക് ടീം ആ പരിസരം മുഴുവൻ അരിച്ചു പിറക്കുകയാണ്. അങ്ങനെ അരിച്ചു പിറക്കിയപ്പോൾ അവിടെ കരികിലകൾക്കിടയിൽ പതുങ്ങിക്കിടക്കുന്ന പേഴ്സ് ഫോറൻസിക് ടീമിന് കിട്ടി. ആ പേഴ്സിനകത്ത് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയുണ്ട്, അഡ്രസ്സും ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആ പേഴ്സ് ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ ആണെന്ന് ബോധ്യമായി. റാഗുൽ മോട്ടാർ റോഡ്രിഗസ് എന്ന യുവതിയാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണം അവളുടെ പരിചയക്കാരിലേക്കും ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒക്കെ നീണ്ടെങ്കിലും അവളെ കൊന്ന ആളിലേക്ക് മാത്രം ആ അന്വേഷണം എത്തിയില്ല. പക്ഷേ അവിടെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ അപരിചിതനായ ഒരു യുവാവിനോട് ആ കൊല്ലപ്പെട്ട റോഡ്രിക്സ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട അവളുടെ കൂട്ടുകാരിയാണ് ആ വിവരം പോലീസിനോട് പറഞ്ഞത്. അപരിചിതനായ ആ ആളെ കണ്ടാൽ തിരിച്ചറിയുമോ എന്ന ചോദ്യത്തിന് അവൾക്ക് വളരെ വ്യത്യസ്തമായ ഒരു ഉത്തരമാണ് ഉള്ളത്. സർ, അയാൾ എന്റെ മുന്നിലായിരുന്നു. എനിക്ക് യഥാർത്ഥത്തിൽ എന്റെ കൂട്ടുകാരിയെ കാണാൻ പറ്റുള്ളായിരുന്നു. അയാളുടെ പുറകുവശം കാണാം. പുറകുവശം വെച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 5 അടി 8 ഇഞ്ചോളം പൊക്കം വരും. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്റെ കൂട്ടുകാരിയേക്കാൾ ഏകദേശം ഒരു 6-7 ഇഞ്ച് പൊക്കം അയക്കുണ്ടെന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നത് പുറകിൽ നിന്ന് കണ്ട എനിക്കൊരു തോന്നലുണ്ട്. നല്ല നീറ്റായി വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. ഞാൻ അല്പനേരം അവരെ നോക്കി നിന്നിട്ട് അവിടെ നിന്ന് കടന്നു പോയിരുന്നു. ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സാർ. എന്തായാലും മെട്രോ സ്റ്റേഷനിൽ ആ ദിവസം എത്തിയ ചെറുപ്പക്കാരൻ ആരെന്ന് കണ്ടെത്താനുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു. ആ പെൺകുട്ടി മിസ്സായ പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ഇപ്പോ 4 ദിവസമായിരിക്കുകയാണ്. അവളെ കാണാതായ അന്ന് രാത്രി തന്നെ അവളുടെ വീട്ടുകാർ പരാതി എത്തിച്ചിട്ടുണ്ട്. ആ ദിവസം മെട്രോ സ്റ്റേഷനിൽ ആ പെൺകുട്ടിക്കൊപ്പം കണ്ട ചെറുപ്പക്കാരനെ കണ്ടെത്താനായി ആ പെൺകുട്ടിയുടെ ഫോട്ടോയുമായി പോലീസ് ആ സ്റ്റേഷനിൽ സ്ഥിരമായി വന്നു പോകുന്ന ആളുകളൊക്കെ കാണിച്ചെങ്കിലും ആർക്കും ആ മുഖം അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ആളുകൾ വളരെ തിരക്കിൽ മെട്രോ സ്റ്റേഷനിൽ എത്തുന്നു, പോകുന്നു, വരുന്നു. ഇതൊരു പ്രക്രിയയാണ്. അതിനിടയിൽ ഒരു യുവാവും യുവതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ യുവതി യുവാവിനെയും നോക്കി അവരുടെ ഫീച്ചേഴ്സ് ഒക്കെ കണ്ട് മനസ്സിൽ രൂപപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏതായാലും പോലീസിന്റെ അന്വേഷണം ആ കേസിലും വഴിമുട്ടി എന്ന് പറയാം. ഇപ്പൊ 2 മരണമാണ് ആ പാർക്കിനകത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 മരണവും അന്വേഷിക്കുന്നത് ഒരേ സ്റ്റേഷനിലെ പോലീസാണ്. ആ 2 കേസുകളും അവർ സജീവമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ 98 ജൂലൈ 28 ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്തു. ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത് കൃത്യം 1 വർഷമാകുന്ന അന്നാണ് പുതിയ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സെയിം പാർക്കിനകത്തു നിന്നാണ്. പാർക്കിന്റെ ഉള്ളിൽ നേരത്തെ കണ്ട ആ ബോഡികൾ കിടന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി മാറി കുറെ കൂടി മരങ്ങൾ തിങ്ങി പടർന്നു നിൽക്കുന്ന സ്ഥലത്താണ് ബോഡി കണ്ടത്. ബോഡി അഴുകിയിട്ടുണ്ട്. ആ പെൺകുട്ടി ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ശൈലിയിലുള്ള ഒരു സംവിധാനവും അവിടെ ഉണ്ടായിരുന്നില്ല. അവളുടെ കഴുത്ത് ഞെരിച്ച് അവളെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷെ അവളുടെ ഡ്രസ്സൊന്നും അവിടെയൊന്നും ഇല്ല. അവളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഐഡന്റിറ്റിയും അവിടെ നിന്ന് പോലീസിന് കിട്ടിയില്ല. പോലീസ് എൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആ പരിസരം ഫോറൻസിക് ടീമിന്റെ അന്വേഷണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് മിസ്സിംഗ് കേസുകൾ ഏതെങ്കിലും സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിലേക്ക് കടന്നു. ഒരുപാട് മിസ്സിംഗ് കേസുകൾ ആ കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏതാണ് ആ ലേഡിയുമായി കണക്ട് ആവുന്നത് എന്ന് കണ്ടെത്താൻ തന്നെ പോലീസ് കുറച്ച് ദിവസം പിടിച്ചു. കുറെ ദിവസത്തെ അന്വേഷണത്തിനൊടുവിലാണ് അത് പട്രീസിയ ഗോൺസാൽവസ് എന്ന സ്ത്രീയുടേതാണെന്ന് പോലീസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ 3 മരണവും ഒരേ പാർക്കിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. 3 പേരും കൊല്ലപ്പെട്ടിരിക്കുന്നത് കഴുത്ത് ഞെരിച്ചാണ്. ആ 3 ബോഡികളും പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയ ഡോക്ടേഴ്സ് ചില കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ 3 പേരും കൊല്ലപ്പെടുന്നതിന് മുമ്പ് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സൂചന ബോഡി അഴുകി തുടങ്ങിയിട്ടും വിസിബിൾ ആണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് അക്കാര്യം അസന്നിഗ്ധമായി തന്നെ അവരുടെ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിച്ചിരിക്കുകയാണ്. യുവതികളെ ആ പാർക്കിനകത്ത് കൊണ്ടുവന്ന് റേപ്പ് ചെയ്തിട്ട് അവരെ കൊലപ്പെടുത്തുന്ന ആളുകളാണ് അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത പോലീസിന്റെ ആ ടീം ചർച്ച ചെയ്യുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ തികച്ച് വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞു. സർ, ഇത് 3ഉം ഒരാളാണ് ചെയ്തെങ്കിലും 3 കൊലപാതകത്തിന്റെയും മോഡസ് ഓപ്പറാൻഡി ഏതാണ്ട് ഒരുപോലെയാണ്. കാടിന്റെ ഉള്ളിലേക്ക് എത്തിക്കുന്ന യുവതികളെ അവിടെ വെച്ച് റേപ്പ് ചെയ്തിട്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ്. ഈ 3 കൊലപാതകത്തിലും മോഡസ് ഓപ്പറാൻഡി ആവർത്തിച്ചിട്ടുണ്ട്. ഒരു കാര്യത്തിൽ നമുക്ക് നല്ല പരിചയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതേ ശൈലി തന്നെ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ഒരു ഇഷ്ടം. നമ്മുടെ ലൈഫിലെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് ഒക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരു ടൈം പറയുന്നു, ഒരു ഇൻസിഡന്റ് അവതരിപ്പിക്കുന്നു, അതിന്റെ ചുവട് പിടിച്ച് അങ്ങനെ കടന്നു പോകുന്നതാണ് ഞങ്ങളുടെ അവതരണ രീതി. അത് ഞങ്ങളുടെ മോഡസ് ഓപ്പറാൻഡിയാണ്. അതുപോലെ എല്ലാ ആളുകൾക്കും ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ടാവും. ആ മോഡസ് ഓപ്പറാൻഡി നമുക്കൊരു സുരക്ഷിതത്വമാണ് നൽകുന്നത്. ആ മോഡസ് ഓപ്പറാൻഡി നിന്ന് മാറാൻ എല്ലാവരും മടിക്കും. സീരിയൽ കില്ലിംഗ് നടത്തുന്ന വ്യക്തിയും മടിക്കും. ഇവിടെ ഒരു കൊലപാതകം അയാൾ നടത്തി. ആ കൊലപാതകവുമായി ബന്ധിപ്പിച്ച് വളരെ വിപുലമായ അന്വേഷണം നടന്നു. എന്നിട്ടും അയാൾ പിടിക്കപ്പെട്ടില്ല. പിടിക്കപ്പെടാതെ അയാൾക്ക് നടത്താൻ കഴിയുന്ന ഒരു കൊലയാണ് അയാൾ നടത്തിയിരിക്കുന്നത് ബോധ്യമായതും അയാൾ അതേ കൊല അതേ ശൈലിയിൽ 2ാമതും ആവർത്തിച്ചിരിക്കുകയാണ്. ആ മോഡസ് ഓപ്പറാൻഡി വിജയമായതുകൊണ്ടാണ് 2ാമത്തെ
കൊലപാതകം കഴിഞ്ഞിട്ടും അയാൾ പിടിക്കപ്പെടാത്തത്. അത് തന്നെ അയാൾ മൂന്നാമതും ആവർത്തിച്ചു. അതിന്റെ അർത്ഥം ആ സീരിയൽ കൊലപാതകി അതേ ശൈലിയിൽ ഇനിയും കൊലപാതകങ്ങൾ ആവർത്തിക്കുമെന്നാണ്. നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സീരിയൽ കില്ലറുടെ കൊലപാതക പരമ്പരയാണ്. ആ ഉദ്യോഗസ്ഥൻ വളരെ വ്യക്തമായിട്ട് അയാളുടെ ആ നിഗമനം അവതരിപ്പിച്ചപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും അതിലൊരു സാധ്യത ഫീൽ ചെയ്തു. 3 ആളുകളും കൊല്ലപ്പെട്ടിരിക്കുന്നത് ആ പാർക്കിനകത്തെ വനത്തിനുള്ളിൽ വെച്ചാണ്. 3 പേരും സുന്ദരികളായിരുന്നു. അതിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ള കാര്യം ആ 3 പേർക്കും ബന്ധുക്കൾ കുറവായിരുന്നു എന്നുള്ളതാണ്. അന്വേഷിച്ചു വരാൻ ആളുകൾ കുറവുള്ള യുവതികളെ മാത്രം കമ്പനി അടിക്കുന്ന ആരോ ഒരാളാണ് ആ സീരിയൽ കില്ലർ. ആരായിരിക്കാം ആ വ്യക്തി? നേരത്തെ ആ സീരിയൽ കില്ലറെ ഒരു നോട്ടം കണ്ട ആ യുവതി പറഞ്ഞ ഒരു ഡയലോഗ് പോലീസിന്റെ മനസ്സിലുണ്ട്. ഏകദേശം 5 അടി 7 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ച് പൊക്കമുള്ള ഒരു വ്യക്തി, ഒത്ത ബോഡിയുള്ള ആള്, ഒരു ജിം ട്രെയിനറുടെ ബോഡി ഉണ്ടെന്നാണ് അവള് അന്ന് പോലീസിനോട് പറഞ്ഞത്. അവൻ ചെറുപ്പക്കാരനാണ് എന്നുള്ള കാര്യത്തിലും പോലീസ് സംശയമില്ല. കാരണം ഈ മരിച്ച കുട്ടികളൊക്കെ അവരുടെ കൂട്ടുകാരോട് അവരെ കാണാൻ പോയ ആളെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് ആ ശൈലിയിലാണ്. ചെറുപ്പക്കാരനാണ്, ഏകദേശം 5 അടി 7 ഇഞ്ച് പൊക്കമുണ്ട്, നല്ല ഒത്ത ശരീരമാണ്, ഒരു ജിം ട്രെയിനർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് പോലീസ് ആ കൊലയാളിയുടെ ഒരു പ്രൊഫൈൽ ചിത്രം ഉണ്ടാക്കി. ഇതിനൊപ്പം ഒരു നിർണായക ഇൻഫർമേഷൻ കൂടി പോലീസിന് കിട്ടിയിരുന്നു. ഈ 3 ആളുകളും മരിക്കുന്നതിന് മുമ്പ് അവർ പരിചയപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ശരിക്കും കൂട്ടുകാരികൾ വഴി പോലീസിലേക്ക് എത്തിയിരിക്കുന്നത്. ആ 3 പേരും കൊല്ലപ്പെടുന്നതിന് മുമ്പ് പരിചയപ്പെട്ട ആൾക്ക് ഫോട്ടോഗ്രാഫിയിൽ നല്ല താല്പര്യമുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ള ആളുകൾ തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്ന ആ 3 യുവതികളും. ശരിക്കും മോഡൽ ഫോട്ടോഗ്രാഫർ ആകാൻ താല്പര്യമുള്ള ആ 3 യുവതികളെ അതിൽ അഗ്രഗണ്യനായ ഒരു ചെറുപ്പക്കാരൻ വളരെ സമർത്ഥമായി ചാക്കിട്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പോലീസിന്റെ ആ പ്രൊഫൈൽ ചിത്രത്തിന് കുറച്ചുകൂടി വ്യക്തത വരികയാണ്. ആ സീരിയൽ കില്ലർ ഒരു ഫോട്ടോഗ്രാഫറാണ്, ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയിരിക്കും. ശരിക്കും ആ സീരിയൽ കില്ലറുടെ പ്രൊഫൈലിംഗ് പോലീസ് അതിസൂക്ഷ്മമായി ഉണ്ടാക്കുകയാണ്. ഇനി പോലീസിന് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് അയാളുടെ അടുത്ത ഇര ആരായിരിക്കും എന്നുള്ളതാണ്. അയാളുടെ നിലവിലുള്ള ആ ആക്ടിവിറ്റീസിനെ ഒന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അയാൾ പരിചയപ്പെടുന്ന എല്ലാ പെൺകുട്ടികളും ഏതാണ്ട് അനാഥാവസ്ഥയിൽ ഉള്ള ആളുകളാണെന്ന് അറിയാം. ആന്റിയോടൊപ്പം താമസിക്കുന്ന, ഹോസ്റ്റലിൽ താമസിക്കുന്ന, ബന്ധുക്കളൊന്നുമില്ലാതെ ഏതെങ്കിലും അകന്ന ബന്ധുക്കളോടൊപ്പം താമസിക്കുന്ന അങ്ങനെയൊക്കെയുള്ള യുവതികളെയാണ് ആ ഫോട്ടോഗ്രാഫർ കൂടിയായ വ്യക്തി പരിചയപ്പെട്ടിരിക്കുന്നത്. അതേസമയത്ത് ആ 3 ആളുകൾക്കും ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തതായി അയാൾ ടാർഗറ്റ് ചെയ്യുന്നതും ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ള, ഇതേപോലെ ബന്ധങ്ങൾ കുറവുള്ള ഒരു പെൺകുട്ടിയായിരിക്കും. ആ ശൈലിയിലുള്ള പെൺകുട്ടികൾ എവിടെയാണ് ഉള്ളത്? ആരാ അവർ? ഈ 3 ആളുകളും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ പാർക്കിൽ വെച്ചാണെങ്കിലും പാർക്കിൽ നിന്ന് ഒത്തിരി ദൂരെയുള്ള ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പാർക്കിന്റെ അടുത്തുള്ള ആളുകളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകളെയും അയാൾ കമ്പനി അടിച്ച് അവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത പോലീസ് കാണുകയാണ്. അന്വേഷണ ടീം സമീപത്തുള്ള എല്ലാ സ്റ്റേഷനുകളിലും ആ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്. ഈ ശൈലിയിലുള്ള ഒരു സീരിയൽ കില്ലർ ഇറങ്ങിയിരിക്കുകയാണ്. പെൺകുട്ടികളെ ഫോട്ടോഗ്രാഫിയുടെ പേരിൽ കമ്പനി അടിക്കാൻ ശ്രമിക്കുന്ന ആരെ കണ്ടാലും അവരെക്കുറിച്ച് എന്ത് വാർത്ത കേട്ടാലും അപ്പോ ആ ആളെ പൊക്കുക. അങ്ങനെ ഒരു നിർദ്ദേശമാണ് സാവപ്പുളത്തെ പോലീസ് സംഘം അവരുടെ അണ്ടറിലുള്ള എല്ലാ സ്റ്റേഷനിലേക്കും കൊടുത്തിരിക്കുന്നത്. ശരിക്കും വളരെ ശ്രദ്ധാപൂർവം അവര് ആ സീരിയൽ കില്ലർക്ക് വേണ്ടി ഒരു വല അങ്ങനെ നെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ അടുത്തേക്ക് ഒരു യുവതി കയറി വരികയാണ്. അവൾക്ക് വളരെ വളരെ വ്യത്യസ്തമായ ഒരു കഥയാണ് പോലീസിനോട് പറയാനുള്ളത്. അവളെ ഒരു ആള് ഫോട്ടോഗ്രാഫി കൂടുതൽ നന്നായി പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് കമ്പനി അടിച്ചിരുന്നു. കമ്പനി അടിച്ച് അയാളുമായി അവള് നല്ല അടുപ്പത്തിലായി. കാണാൻ നല്ല സുമുഖനായ ആ വ്യക്തി അവളെ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കാനായി കൊണ്ടുപോയത് ആ പാർക്കിലേക്കാണ്. പാർക്കിൽ പല ഫോട്ടോകളും എടുത്തെടുത്ത് അവര് 2 പേരും പാർക്കിന്റെ ഉള്ളിൽ ഒത്തിരി മരങ്ങളുള്ള ഒരു ഭാഗത്തെത്തി. അവിടെ എത്തിയതും അവളെ ആ മരങ്ങളിൽ ചാരി നിർത്തി അയാൾ ഫോട്ടോ എടുത്തു. അവൾക്ക് ശരിക്കും മോഡലാകാൻ താല്പര്യമുണ്ടോ? ആ ഫോട്ടോഗ്രാഫർ പറയുന്നതനുസരിച്ച് അവൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ പോസ്റ്റ് ശരിയാകാതെ വരുമ്പോൾ അയാൾ അടുത്ത് വന്ന് അവളെ നേരെ പിടിച്ചു നിർത്തും. അവളെ കിടത്തിയും നിർത്തിയും ഇരുത്തിയൊക്കെ അയാൾ ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ ദേഹസ്പർശനം കൂടിക്കൂടി വരുമ്പോഴത്തേക്കും ഒരു തവണ അയാളുടെ സ്പർശനത്തിന്റെ രീതി ശരിയല്ല എന്നൊരു ഫീല് അവൾക്കുണ്ടായി. അവള് എതിർക്കാൻ ശ്രമിച്ചതും അയാള് അവളെ കയറി പിടിച്ചു. അവള് റേപ്പ് ചെയ്യപ്പെടാൻ പോവുകയാണെന്ന് മനസ്സിലായതും അവള് സർവശക്തിയുമെടുത്ത് അയാളെ ഒറ്റ തള്ളു തള്ളിയിട്ട്
ഒരൊറ്റ ഓട്ടം. അവൾ എങ്ങനെ പാർക്കിന്റെ പുറത്തേക്ക് ഓടി എത്തിയെന്ന് ചോദിച്ചാൽ അവൾക്ക് അതിന് ഉത്തരമില്ല. ശരിക്കും അവള് ജീവനെ കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. അവള് പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും പോലീസ് അവളോട് ചോദിച്ചു, എന്താ അയാളുടെ പേര്? പേര് ഞാൻ ചോദിച്ചില്ല. ബെസ്റ്റ്. അങ്ങനെ പോലീസിന് പറയാൻ പറ്റും. ഇത്രയും മണിക്കൂർ ആ ചെറുപ്പക്കാരനുമായി കഴിഞ്ഞിട്ട് അവള് അയാളുടെ പേര് ചോദിക്കാൻ വിട്ടുപോയിരുന്നു. അയാളെ കണ്ടാൽ തിരിച്ചറിയുമെന്ന് ചോദ്യത്തിന് കണ്ടാൽ തിരിച്ചറിയും സാർ. അയാളെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? ഒരു നല്ല പൊക്കമുള്ള ആളാണ്. എത്ര പൊക്കം വരും? അങ്ങനെ പോലീസ് ചോദിച്ചതും അവള് അവിടെ നിൽക്കുന്ന പോലീസുകാരെ ഒന്ന് നോക്കിയിട്ട് ഒരു പോലീസുകാരനെ ചൂണ്ടി പറഞ്ഞു, സാർ ഇദ്ദേഹത്തിന് അത്ര വരും. ഏകദേശം ഒരു 5 അടി 7 ഇഞ്ച് പൊക്കമുള്ള ഒരു പോലീസുകാരനെ ചൂണ്ടിയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. പോലീസ് നേരത്തെ ആ കൊല നടത്തിയ വ്യക്തിയുടെ പ്രൊഫൈല് തയ്യാറാക്കി വെച്ചിരിക്കുകയാണല്ലോ. ആ വ്യക്തിക്കും 5 അടി 7 ഇഞ്ചാണ് പൊക്കം. ഈ പെൺകുട്ടി ചൂണ്ടിക്കാണിച്ച വ്യക്തിക്കും 5 അടി 7 ഇഞ്ചാ പൊക്കം. അയാളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? സർ കണ്ട നന്നായിരിക്കും. അതല്ല, അയാളുടെ മൂക്ക്, ചെവി, സർ നല്ല മൂക്ക് നല്ല ചെവി. ശരിക്കും ആ മോഡല് അതിനപ്പുറത്തേക്ക് ആ മുഖത്ത് നിന്ന് ഒന്നും ഓർത്തെടുത്തില്ല എന്നാണ് സത്യം. അയാൾ പറഞ്ഞതുപോലെയൊക്കെ കിടക്കുകയും നിൽക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്ത ആ പെൺകുട്ടി ഈ സമയത്തൊന്നും ആ ഫോട്ടോ എടുക്കാൻ പറഞ്ഞ വ്യക്തിയുടെ ഫീച്ചേഴ്സ് നോക്കിയില്ല എന്നത് പോലീസിനെ തെല്ലൊന്നുമല്ല അതിശയിപ്പിച്ചത്. പോലീസിനെ ഇപ്പൊ അറിയേണ്ടത് അവളെ കമ്പനി അടിക്കാൻ ശ്രമിച്ച ഫോട്ടോഗ്രാഫർ തന്നെയാണോ നേരത്തെ ആ സീരിയൽ കില്ലർ? രണ്ടും ഒരാളാണെങ്കിൽ ഇനി അവരുടെ അന്വേഷണം പൂർണ്ണമായി ആ ഫോട്ടോഗ്രാഫറിലേക്ക് കേന്ദ്രീകരിക്കാൻ പറ്റും. പോലീസ് അതിനെക്കുറിച്ച് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആ കേസ് റിപ്പോർട്ട് ചെയ്തത് ശരിക്കും വിക്ടിം തന്നെയാണ്. അവളെ ഒരു ഫോട്ടോഗ്രാഫർ നല്ല മോഡലാക്കാന്ന് പറഞ്ഞ് പാർക്കിലേക്ക് വിളിച്ചുകൊണ്ട് പോയതാണ്. അവിടെ പാർക്കിൽ കുറെ ഫോട്ടോ എടുത്തതിന് ശേഷം അവളെ കൊണ്ട് അയാള് കാടിന്റെ ഉള്ളിലേക്ക് കയറി. അവിടെ കാടിനകത്ത് ഒരു തടാകമുണ്ട്. ആ തടാകത്തിന്റെ കരയിൽ നിന്നാൽ മനോഹരങ്ങളായ ഫോട്ടോകൾ എടുക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞാണ് അവളെ ആ തടാകത്തിന്റെ കരയിലേക്ക് ആ ഫോട്ടോഗ്രാഫർ കൊണ്ടുവന്നത്. അവിടെ അവളെ നിർത്തിയും ഇരുത്തിയും കിടത്തിയൊക്കെ ധാരാളം ഫോട്ടോകൾ എടുത്ത അയാൾ നേരത്തെ പെൺകുട്ടിയോട് പെരുമാറിയതുപോലെ അവളുടെ പുറത്തൊക്കെ കൈവച്ചു തുടങ്ങിയപ്പോൾ അവള് അയാളെ തള്ളിയിട്ടിട്ട് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണ്. 4ാമത്തെ പെൺകുട്ടി പറഞ്ഞ അതേ കഥ തന്നെ 5ാമത്തെ പെൺകുട്ടി ആവർത്തിച്ചു. പക്ഷേ അവൾക്ക് ആ മനുഷ്യന്റെ മുഖം കുറെ കൂടി വ്യക്തമായി മനസ്സിലുണ്ട്. ശരിക്കും അയാളുടെ മുഖത്തിന് നല്ല വീതിയുണ്ട്, അതുപോലെ തന്നെ നല്ല നീളവുമുണ്ട്. അയാളുടെ ഈ താടിയെല്ലുകൾ കൃത്യമായി കാണാം. ശരിക്കും ആഴത്തിലുള്ള കണ്ണുകളിലാണ്, അതേസമയത്ത് നല്ല ഉരുണ്ട കണ്ണുകളുമാണ്. നല്ല കറുത്ത നിറത്തുള്ള മുടിയാണ്, പക്ഷെ അത് ഈ നല്ല ഒഴുകി കിടക്കുകയാണ്. നീണ്ട മൂക്കാണ്, പക്ഷേ ആ മൂക്കിന് വേറെ പ്രത്യേകത ഒന്നുമില്ല. മനോഹരമായ ഒരു പുഞ്ചിരി അയാൾക്ക് എപ്പോഴും ഉണ്ടാവും. അയാളുടെ നിറം വെളുപ്പാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ആ യുവതി പോലീസിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, സാർ അയാൾക്ക് ശരിക്കും ഒരു മോഡലാകാൻ എല്ലാ അർഹതയുമുണ്ട്. അയാള് മോഡലിംഗ് മേഖലയിലേക്കോ സിനിമയിലേക്കോ ഇറങ്ങിയാൽ അയാൾക്ക് ഉറപ്പായും ഓപ്പർച്യൂണിറ്റി കിട്ടും. അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഫോട്ടോ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ആ പെൺകുട്ടികൾ വീണു എന്നതിന്റെ ഉത്തരം ഇപ്പോ പോലീസിന് കിട്ടുകയാണ്. നമ്മൾ പറയില്ലേ, മമ്മൂട്ടിയെ പോലെ സുന്ദരനായ അതേ ശൈലിയിൽ ഒരു സുന്ദരൻ പെൺകുട്ടികളെ അയാളുടെ സൗന്ദര്യം കാണിച്ച് ഫോട്ടോ എടുക്കാനുള്ള അയാളുടെ സ്കില്ല് കാണിച്ച് കൃത്യമായി കറക്കിയെടുത്തിരിക്കുകയാണ്. പോലീസിന് കഥ ഏതാണ്ട് മനസ്സിലായി. പോലീസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പ്രൊഫൈലും ഈ പറഞ്ഞ ഫീച്ചേഴ്സും ഒന്ന് ചേർന്നപ്പോൾ ഒരു രേഖാചിത്രം രൂപപ്പെട്ടു. ശരിക്കും ആ പ്രൊഫൈല് പോലീസ് തയ്യാറാക്കുമ്പോഴേക്കും ആ പെൺകുട്ടി പോലീസോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, സാർ അവന് കൊറിയർ സർവീസിലാണ് ജോലി, അവന് ഒരു ബൈക്കുണ്ട്, എനിക്ക് അവന്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. കൊറിയർ സർവീസിൽ ജോലിയുള്ള ആ വ്യക്തിയുടെ ആ കാർഡ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമായ ഒരു തെളിവാണ്. ഒരു വിസിറ്റിംഗ് കാർഡാണ്. വിസിറ്റിംഗ് കാർഡ് വലിയ സന്തോഷത്തോടെ കയ്യിലേക്ക് വാങ്ങിയ പോലീസ് പക്ഷേ അടുത്ത നിമിഷം ഞെട്ടിപ്പോവുകയാണ്. സ്ഥാപനത്തിന്റെ പേരേ ഉള്ളൂ, വ്യക്തിയുടെ പേര് ആ കാർഡിലില്ല. അറിയപ്പെടുന്ന ഒരു കൊറിയർ കമ്പനിയുടെ കാർഡാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ കാർഡിൽ നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. ആ കാർഡിൽ ആ കൊറിയർ കമ്പനിയുടെ സവപ്പുളയിലെ ആ ബ്രാഞ്ച് ഓഫീസിന്റെ അഡ്രസ് ഉണ്ട്. ആ അഡ്രസ് വായിച്ച പോലീസിന്റെ കിളി പോയതുപോലെയായി. പോലീസ് സ്റ്റേഷനിൽ ചേർന്നിരിക്കുന്ന കൊറിയർ ഓഫീസിന്റെ അഡ്രസ്സാണ് ആ കാർഡിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അവര് അന്വേഷിച്ചുകൊണ്ടിരുന്ന സീരിയൽ കൊലപാതകി പോലീസ് സ്റ്റേഷനിൽ ചേർന്നുള്ള ആ ബിൽഡിങ്ങിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം ശരിക്കും പോലീസ് മനസ്സിലാക്കുമ്പോൾ എല്ലാ പോലീസുകാരുടെയും കാലിൽ നിന്ന് ഒരു വിറയലിങ്ങനെ മുകളിലേക്ക് ഇരച്ചു കയറുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ 1.5 വർഷമായിട്ട് അവര് അന്വേഷിച്ചുകൊണ്ടിരുന്ന അതേ കഥാപാത്രം അവരുടെ ആ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ആ കൊറിയർ ഓഫീസിലെ ജീവനക്കാരനാണ്. അവിശ്വസനീയമായ എന്തോ കണ്ടതുപോലെ പോലീസുകാർ മുഖത്തോട് പോലും അറിയാതെ നോക്കിപ്പോവുകയാണ്. എന്തായാലും സമയം അധികം കളയും മുമ്പ്
അവര് ആ കൊറിയർ ഓഫീസിലെത്തി. പോലീസ് വരച്ചു വെച്ചിരിക്കുന്ന ആ പ്രൊഫൈൽ ചിത്രത്തിൽ എന്തൊക്കെ പോലീസ് കണ്ടോ അതെല്ലാം അവിടെയുള്ള ആ കൊറിയർ ജീവനക്കാരൻ പോലീസ് കാണുകയാണ്. പോലീസുകാരുടെ സന്തോഷത്തിന് അതിരുകളില്ലാതായ ഒരു നിമിഷമാണത്. അവരവനെ പോക്കി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവനെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ അവൻ പോലീസിനോട് കാര്യങ്ങളൊക്കെ സമ്മതിച്ചു. അവൻ ഫോട്ടോ എടുക്കാനായിട്ട് 2 പെമ്പിള്ളരെ ആ പാർക്കിൽ കൊണ്ടുപോയി എന്നുള്ളത് സത്യമാണ്. ആ പെമ്പിള്ളര് പക്ഷേ അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തിയെന്നാണ് അവൻ പോലീസിനോട് പറഞ്ഞത്. എങ്ങനെയാണ് അത്ഭുതപ്പെടുത്തിയെന്ന ചോദ്യത്തിനും അവന് ഉത്തരവുണ്ട്. അവരെ വിവിധ പോസ്റ്റുകളിൽ പിടിച്ചിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഒരു പെണ്ണ് അവനെ പിടിച്ചു തള്ളിയിട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു. രണ്ടാമത്തെ പെണ്ണും അത് തന്നെയാണ് ചെയ്തത്. എന്തിനാണ് ആ പെമ്പിള്ളർ അവനെ പിടിച്ചു തള്ളിയെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോഴും അവനില്ല. അവൻ ഈ കാര്യങ്ങൾ പറഞ്ഞതും ആ 2 യുവതികളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. അവനെ ഉടൻ തന്നെ തിരിച്ചറിയുകയാണ്. സാർ, ഇവൻ തന്നെയാണ് ആള്, ഇവൻ തന്നെയാണ് ഞങ്ങളുടെ ഫോട്ടോ എടുത്തത്. അങ്ങനെ ആ 2 സ്ത്രീകൾ പറഞ്ഞതും പോലീസ് ആ സ്ത്രീകളോട് ചോദിച്ചു, ഉറപ്പാണോ? ഉടൻ ആ ഫ്രാൻസിസ്കോ ഡി അസീസ് പെരേര എന്ന ആ കൊറിയർ ബോയിയോട് പോലീസ് ഇറക്കി, ഈ പറയുന്നതൊക്കെ ശരിയാണോ? സാർ, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടികൾ. ഇവരെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. ഈ 2 എണ്ണവും എന്നെ കാട്ടിൽ മറിച്ചിട്ടിട്ട് ഓടിപ്പോവായിരുന്നു. എന്തിനാ ഇവരെ എന്നെ തള്ളിയിട്ടത്? എനിക്ക് അതിന്റെ ഉത്തരം അറിയണം. ഫ്രാൻസിസ് ആ കാര്യം അങ്ങനെ അവതരിപ്പിച്ചപ്പോൾ ശരിക്കും ആ പെൺകുട്ടികളും ഏതാണ്ട് സ്റ്റക്ക് ആയതുപോലെയായി. അല്ല, നീ ഞങ്ങളെ റേപ്പ് ചെയ്യാനോ? ഞാനാ? നിങ്ങൾ എന്തോടെ ഈ പറയണത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ നന്നായി എടുത്തു തരണമെന്ന് എന്നോട് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ആ ഫോട്ടോ എടുത്തത്. ആ ഫോട്ടോ വാങ്ങിക്കാതെ അതിന്റെ പൈസ തരാതെ നിങ്ങൾ 2 കൂടെ മുങ്ങിയതല്ലേ? എനിക്ക് കൊറിയർ സർവീസ് ജോലിയുണ്ട്. ഫ്രീ ടൈമിലാണ് ഞാൻ ഈ മോഡൽ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നത്. അത് കാശ് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾ 2 പേരും അതിന് ഒരു പ്രതിഫലവും നൽകാതെ ഓടിപ്പോയതല്ലേ? നിങ്ങൾ ശരിക്കും എന്നെ പറ്റിക്കല്ലേ ചെയ്തത്? എന്റെ ഫിലിമിന്റെ പൈസ ആര് തരും? ഫ്രാൻസിസ്കോ ആ ചോദ്യങ്ങൾ തുരുതുരാ ചോദിച്ചപ്പോൾ ശരിക്കും ആ 2 പെൺകുട്ടികളും നിന്ന് ഉയർക്കാൻ തുടങ്ങി. പോലീസ് ആകെ പെട്ടതുപോലെ. ശരിക്കും അവർ ആ ചെറുപ്പക്കാരനെ അവിടെ എത്തിക്കുമ്പോൾ വല്ലാത്ത പ്രതീക്ഷയായിരുന്നു. ഇപ്പൊ ഇതാ ആ 2 പെൺകുട്ടികളെയും ഫ്രാൻസിസ്കോ വളരെ മനോഹരമായി കോർണർ ചെയ്തോടുകൂടി അവനെ ചോദ്യം ചെയ്തുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അവനെ അവർ ഒഴിവാക്കിയെങ്കിലും അവന്റെ പേര് സംശയിക്കുന്ന ആളുകളുടെ ലിസ്റ്റിൽ തന്നെ പോലീസ് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഫ്രാൻസിസ്കോയെ പോലീസ് വിട്ടതിന്റെ പിറ്റേ ദിവസം, അതായത് ജൂലൈ 30-ന് ആ പാർക്കിൽ നിന്ന് ഒരു ബോഡി കൂടി പോലീസിന് കിട്ടി. അതൊരു 17 വയസ്സുകാരുടെ ബോഡിയാണ്. ആ പെൺകുട്ടി ആരാണെന്ന് വേഗം തന്നെ പോലീസ് തിരിച്ചറിയുകയും ചെയ്തു. അത് സവപ്പൊളിലുള്ള ഒരു സെൽമ ഫെരേരയാണ്. പക്ഷെ ആ പെൺകുട്ടിയെ കാണാതായതായി പോലീസ് രേഖയിൽ കാണുന്നത് ജൂലൈ 3-ആണ്. അവളെ കാണാതായിട്ട് 27 ദിവസമായെന്ന് അർത്ഥം. അതിന്റെ ഫലമായി അവളുടെ ബോഡി തികച്ചും അഴുകി ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. എന്നിട്ടും ഏതോ എലിയോ പട്ടിയോ എന്തോ ആ ബോഡി പാർട്സ് കടിച്ച് കീറിയതിന്റെ ഫലമായിട്ടുണ്ടായ ഒരു സ്മെൽ പ്രസൻസ് ആണ് ആ ബോഡിയുടെ അടുത്തേക്ക് ആളുകളെ എത്തിച്ചത്. സെൽമയുടെ സുഹൃത്തുക്കൾ അവളുടെ ബോഡി കിട്ടിയ വിവരം അറിഞ്ഞ് സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തി. സെൽമയുടെ സുഹൃത്തുക്കൾ നേരത്തെ പോലീസ് കണ്ട ആരെയും പോലെ അല്ല. അവർ ശരിക്കും ഈ പയർ പോലെ നിൽക്കുന്ന പിള്ളേരാണ്. അവർക്ക് വല്ലാത്തൊരു വാശിയുണ്ട്. അവര് സെൽമയുടെ ബോയ് ഫ്രണ്ടിനെ കൃത്യമായി കണ്ടിരുന്നു. ആ ബോയ് ഫ്രണ്ട് ഒരു കൊറിയർ സർവീസുകാരനാണ് എന്ന് മാത്രമല്ല അവന്റെ മുഖം അവർ കൃത്യമായി ഓർത്തെടുക്കുന്നുണ്ട്. അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു രേഖാചിത്രം വരച്ചപ്പോൾ നേരത്തെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച് ഒഴിവാക്കിയ ഫ്രാൻസിസ്കോയുടെ മുഖവുമായി ആ രേഖാചിത്രത്തിന് നല്ല സാമ്യം. ആ സാമ്യം കണ്ടതും അന്വേഷണ ദിവസം ഉടൻ തന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് ഫ്രാൻസിസ്കോയെ വിളിച്ചുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. പോലീസുകാരൻ വളരെ സന്തോഷത്തോടെ ആ കൊറിയർ ഓഫീസിൽ ഓടിയെത്തിയപ്പോൾ ബൈക്ക് പുറത്തിരിപ്പുണ്ട്. പക്ഷേ അകത്ത് ഫ്രാൻസിസ്കോ ഇല്ല. അവൻ എങ്ങോട്ട് പോയെന്ന് അകത്തുള്ള ആ ഓഫീസ് സ്റ്റാഫിന് അറിയത്തുമില്ല. ഫ്രാൻസിസ്കോ സാധാരണഗതിയിൽ കൊറിയർ സാധനങ്ങൾ കൊടുക്കാൻ പോവുകയാണെങ്കിൽ ആ ബൈക്ക് കൂടി കൊണ്ടുപോകും. ബൈക്ക് കൊണ്ടുപോയിട്ടില്ല. അയാൾ പിന്നെ എങ്ങോട്ടായിരിക്കും പോയിരിക്കുക? അങ്ങനെ ആലോചിച്ചുകൊണ്ട് ആ പോലീസുകാരൻ അകത്ത് വന്ന് ആ അന്വേഷണ ഉദ്യോഗസ്ഥന് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആ കൊറിയർ ഓഫീസിന്റെ മുൻവശത്ത് ആ ബൈക്ക് ഇരിക്കുന്നുണ്ടെന്ന് ആ പോലീസുകാരൻ പറഞ്ഞ കാര്യം സൽമയുടെ ബോയ് ഫ്രണ്ടിന്റെ ഡീറ്റെയിൽസ് പോലീസിനോട് പറഞ്ഞ് രേഖാചിത്രം വരപ്പിച്ച് ആ പെൺകുട്ടികൾ കേട്ടു. അവരുടൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, സാർ, ബൈക്ക് കണ്ട ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ പറഞ്ഞതും അന്വേഷണ ഉദ്യോഗസ്ഥനും പോലീസ് ടീമും ആ പെൺകുട്ടികൾക്കൊപ്പം സമീപത്തുള്ള ആ കൊറിയർ ഓഫീസിന് അടുത്തെത്തി. അവിടെ ആ ബൈക്ക് കണ്ടതും ആ പെൺകുട്ടികൾ ഉറപ്പിച്ചു പറഞ്ഞു, സാർ, ഇത് തന്നെയാണ് ആ ബൈക്ക്. ഈ ബൈക്കിൽ തന്നെയാണ് ആ ചെറുപ്പക്കാരൻ വന്നത്. അത് ഒരു ഹോണ്ട ബൈക്കാണ്. ഹോണ്ടയുടെ ചുവപ്പ് നിറത്തുള്ള CG 125. കഷ്ടകാലത്തിന് ഈ സാവപ്പുളയിൽ ആ CG 125ന്റെ ചുവപ്പ് നിറത്തുള്ള ബൈക്ക് ഒരുപാടുണ്ട്. അത് ആ പെൺകുട്ടികൾ പറയുമ്പോൾ പോലീസിന് അറിയാം. അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ പെൺകുട്ടികളോട് ചോദിച്ചു, ഹേയ്, ഈ ചുവപ്പ് നിറത്തുള്ള ബൈക്ക്
ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നല്ലേ, ഈ ബൈക്ക് തന്നെയാണ് നിങ്ങൾ കണ്ടതെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആ ചോദ്യം സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്കും അറിയാം ഈ സാവപ്പോള നഗരത്തിൽ ആ ചുവപ്പ് നിറത്തുള്ള ഹോണ്ട ബൈക്ക് ഇഷ്ടംപോലെ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടികൾ ലേശം കൺഫ്യൂഷനായി നിൽക്കുമ്പോൾ ആ പെൺകുട്ടികൾ ഒരു കുട്ടി എന്തോ ആലോചിച്ചിട്ട് നടന്ന് ബൈക്കിന്റെ മുന്നിലെത്തി. അവളെ സംശയിച്ചാണ് യഥാർത്ഥത്തിൽ ബൈക്കിന്റെ മുന്നിലേക്ക് ചെന്നത്. പക്ഷെ പെട്ടെന്ന് അവളുടെ മുഖം അങ്ങ് പ്രകാശിക്കുകയാണ്. അവള് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, സാർ ഇങ്ങോട്ട് വന്നേ സാർ, ഇതൊന്നും നോക്കി. അവളുടെ ആവേശം കണ്ട ആ പോലീസുകാരൊക്കെ ഓടി ആ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവള് ആ ബൈക്കിന്റെ ഹെഡ്ലൈറ്റിലേക്ക് വിരൽ ചൂണ്ടിരിക്കുകയാണ്. സാർ ഇത് കണ്ടോ? അങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൾ ചോദിച്ചപ്പോൾ പോലീസുകാരും ആ ഹെഡ്ലൈറ്റിലേക്ക് നോക്കുകയാണ്. ഒരു കുഴപ്പമുണ്ട്, ആ ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്. ഇത് പൊട്ടിയിരിക്കുന്നു സാറേ. ഈ പൊട്ടിയ ഹെഡ്ലൈറ്റ് അന്ന് ഞാൻ കണ്ട ബൈക്കിനുണ്ടായിരുന്നു സാർ. ഇത് തന്നെയാണ് ബൈക്ക്, ഉറപ്പാണ്. ആ പെൺകുട്ടി 100% ഉറപ്പിച്ച് അങ്ങനെ പറഞ്ഞതും മറ്റു കുട്ടികളും ഓടി വന്ന് അത് നോക്കിയിട്ട് പോലീസിനോട് പറഞ്ഞു, ശരിയാ സാറേ, ഈ ഹെഡ്ലൈറ്റ് ഞങ്ങൾ കണ്ടതാണ്, പൊട്ടിയ ഹെഡ്ലൈറ്റ്, ഇത് അവന്റെ ബൈക്ക് തന്നെയാണ്. അവരുടെ കൂട്ടുകാരി അവസാനമായി ആ ചെറുപ്പക്കാരനുമായി സംസാരിച്ചത് കണ്ട ആ പെൺകുട്ടികൾ അങ്ങനെ തീർത്ത് പറഞ്ഞതും പോലീസ് ഫ്രാൻസിസ്കോയെ പൊക്കാനുള്ള നടപടിയിലേക്ക് കടന്നു. ഫ്രാൻസിസ്കോ എവിടെ മുങ്ങിയാലും അയാളെ പൊക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ പോലീസ്. 4 കൊലപാതകങ്ങൾ നടന്നിരിക്കുകയാണ്. ഇനി ഫ്രാൻസിസ്കോയാണ് ആ കൊല നടത്തിയെന്ന് തെളിയിക്കണം. ആ ഒരു ബാധ്യത സ്വാഭാവികമായും അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. പക്ഷെ അതിന് മുന്നോടിയായി അവർക്ക് ഫ്രാൻസിസ്കോയെ കിട്ടണമല്ലോ. ഫ്രാൻസിസ്കോയ്ക്ക് വേണ്ടി പോലീസ് അടിപൊളി വലയാണ് വിരിച്ചത്. ആ സാവപ്പോള നഗരത്തിൽ എവിടെ അവൻ ഉണ്ടെങ്കിലും അവനെ പൊക്കാൻ വേണ്ടി ഒരു കാർപ്പറ്റ് റെയ്ഡാണ് പോലീസ് ആസൂത്രണം ചെയ്തത്. സകല സ്ഥാപനങ്ങളിലും സകല വീടുകളിലും അവനെ തിരക്കുന്നതിനിടയിൽ അവന്റെ ചിത്രങ്ങൾ പത്രങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ്. പക്ഷേ സാവപ്പോള നഗരം പോലീസ് അരിച്ചു പറക്കിയിട്ടും അവന്റെ പൊടി പോലും കിട്ടിയില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവനെ പിടിച്ചേ പറ്റൂ. അവനാണ് ആ സീരിയൽ കില്ലറെങ്കിൽ അവൻ ഇനിയും ആളുകളെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അവന്റെ ആ മയക്കുന്ന സൗന്ദര്യം അത് അവന്റെ വജ്രായുധമാണ്. അവന്റെ ആ സൗന്ദര്യത്തിൽ ഒരുമാതിരിപ്പെട്ട ഏത് പെണ്ണും വീഴും. അവൻ ഈ പെണ്ണുങ്ങളെ മയക്കിയെടുത്ത് റേപ്പ് ചെയ്തിട്ട് കൊലപ്പെടുത്തി പോകുന്ന ആ പരിപാടി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അനുവദിക്കാൻ പറ്റില്ലല്ലോ. പോലീസിന് സാവപ്പോള നഗരം മുഴുവൻ അരിച്ചു പറക്കിയിട്ടും അവനെ കിട്ടാതെ വന്നതും അവര് ബ്രസീലിലെ എല്ലായിടത്തും അവന്റെ ഇൻഫർമേഷൻ കിട്ടത്തക്ക രീതിയിൽ പരസ്യങ്ങൾ കൊടുത്തു തുടങ്ങി. വലിയ നാഷണൽ ഡെയിലികളിലും TV ചാനലിലും ഒക്കെ പരസ്യം വരികയാണ്. പോലീസ് അങ്ങനെ ആ പരസ്യം കൊടുത്തിട്ട് അങ്ങനെ കാത്തിരിക്കുമ്പോൾ ബ്രസീൽ അർജന്റീന ബോർഡറിൽ ഒരു വീട്ടിൽ ഒരു സ്ത്രീ ഒരു രംഗം കാണുകയാണ്. അവരുടെ വീട്ടിൽ ഈ അടുത്ത ദിവസങ്ങളിൽ പെയിങ് ഗസ്റ്റ് ആയിട്ട് എത്തിയ ഒരു ചെറുപ്പക്കാരൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ വീടിന്റെ കിച്ചണിന്റെ ഭാഗത്തുനിന്ന് മുൻഭാഗത്തെ ഹാളിലൂടെ ഇടതുവശത്തുള്ള അവരുടെ ബെഡ്റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ വീടിന്റെ പുറത്ത് വരാന്തയിൽ ഇരുന്ന് പത്രം വായിക്കുന്ന ചീക്കോ എന്ന ആ ചെറുപ്പക്കാരനെ വെറുതെ ഒന്ന് നോക്കിയതാണ്. ചെറുപ്പക്കാരനെ അവരെ നോക്കുന്ന ആ നിമിഷത്തിൽ അവരുടെ കൺകോണിൽ അവരൊരു കാഴ്ച കണ്ടു. ചീക്കോ പോലുള്ള ഒരാളുടെ പടം ആ പത്രത്തിൽ അവർ കാണുകയാണ്. അവരെ പടം കണ്ട ആ നിമിഷത്തിൽ ആ ചെറുപ്പക്കാരൻ പത്രം അടക്കുകയും ചെയ്തു. അവരെ അവൻ കണ്ടില്ല. അവർ ആ പത്രം അടച്ചതും അവര് പതുക്കെ വന്നതുപോലെ അകത്തേക്ക് കയറി. അവര് വാതിൽ ചാരിയിട്ട് ശബ്ദമുണ്ടാക്കാതെ TV ഓണാക്കി. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ ആ സമയത്ത് ആരോ അവരോട് TV ഓണാക്കാൻ പറഞ്ഞതുപോലെ ഒരു തോന്നൽ അവർക്കുണ്ടായി. അവര് ശബ്ദം താഴ്ത്തി TV ഓണാക്കിയപ്പോൾ TVയിൽ ഒരു കാര്യം ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുറത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ചീക്കോയുടെ മുഖമുള്ള ഒരാളുടെ ചിത്രമാണ് ഇപ്പോൾ TV കാണിക്കുന്നത്. പക്ഷെ ചീക്കോ എന്നല്ല അയാളുടെ പേര് ഫ്രാൻസിസ്കോ എന്നാണ്. ഫ്രാൻസിസ്കോ എന്ന പേരുള്ള ഒരാള് സാവപ്പോള നഗരത്തിൽ അനവധി സ്ത്രീകളെ കൊലപ്പെടുത്തിയതിനു ശേഷം നാട് വിട്ടിരിക്കുകയാണ്. ആ ആളെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭിക്കുന്ന ആളുകൾ പോലീസിൽ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറും കൊടുത്തിരിക്കുകയാണ്. അവർ ഉടൻ തന്നെ അവിടുത്തെ ലാൻഡ് ഫോണിലൂടെ ആ കാണുന്ന നമ്പറിൽ വിവരം അറിയിച്ച് അവരുടെ വീടിരിക്കുന്ന സ്ഥലവും ആ നമ്പറിൽ അറിയിച്ചു. അതിനുശേഷം അവര് പതുക്കെ ആ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ ചീക്കോയെ അവിടെ കാണാനില്ല. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതും അനവധി പോലീസ് വാഹനങ്ങൾ ആ വീടിനടുത്തേക്ക് ചീറിപ്പാഞ്ഞെത്തി. അവിടെ ആ അർജന്റീനിയൻ ബോർഡറിലുള്ള ബ്രസീലിലെ സ്റ്റേഷനിൽ നിന്നാണ് അവിടേക്ക് പോലീസ് പാഞ്ഞെത്തിയത്. അവിടെ എത്തിയ ആ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ അടുത്തേക്ക് ഓടിയെത്തിയതും അവര് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ അവൻ അവിടെ ആ വരാന്തയിൽ ഇരിപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസിനെ അറിയിച്ചതും പോലീസ് ആ വീടും പരിസരവും പരിശോധിച്ചു തുടങ്ങി. വീടും അതിന്റെ ചുറ്റുപാടൊക്കെ പരിശോധിക്കുന്നതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കാഴ്ച കണ്ടു. ഒരാള് ഓടുന്ന കാഴ്ച. അയാള് കടലിന് നേരെ ഓടുകയാണ്. ഒരുത്തൻ എന്തിനാ ഈ കടലിന് നേരെ ഓടുന്ന? അവർ തിരയുന്ന സ്ഥലം ശരിക്കും
അല്പം പൊക്കമുള്ള സ്ഥലമാണ്. അവിടുന്ന് വേണമെങ്കിൽ കടലിലേക്ക് ചാടാം. ആ പോകുന്ന വ്യക്തി കടലിലേക്ക് ചാടാനുള്ള പരിപാടിയിലാണോ? അല്ല, അവൻ എന്തിനാ അങ്ങനെ കടലിലേക്ക് ചാടുന്ന? ഒരുപാട് ചോദ്യങ്ങൾ അയാളുടെ മനസ്സിലേക്ക് വന്നപ്പോൾ ആ വീട്ടിലെ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവളോടായി ആ പോലീസുകാരൻ ചോദിച്ചു, മാഡം, ദൂ ഓടിപ്പോകുന്ന ചെറുപ്പക്കാരനെ കണ്ടോ? അതാണോ നിങ്ങൾ പറഞ്ഞ കക്ഷി? ഓടിപ്പോകുന്ന ചെറുപ്പക്കാരന്റെ പുറകുവശം മാത്രമേ ഇപ്പൊ കാണാൻ പറ്റൂ. അത് കണ്ടതും ആ സ്ത്രീ പറഞ്ഞു, അതെ, അവൻ തന്നെയാണ് ചീക്കോ, അവൻ തന്നെയാണ്. കേൾക്കേണ്ട ദിവസം പോലീസും ആ കടൽത്തീരത്തേക്ക് ഓടുകയാണ്. ശരിക്കും നല്ല പൊക്കമുള്ള ഒരു മലയുടെ മുകളിലേക്കാണ് ആ ചെറുപ്പക്കാരൻ ഓടിക്കയറുന്നത്. പോലീസ് അവന്റെ അടുത്തേക്ക് ഓടിയെത്തുമ്പോഴേക്കും അവൻ ആ മലയിൽ നിന്ന് കടലിലേക്ക് ജമ്പ് ചെയ്ത് കഴിഞ്ഞു. കടലിലേക്ക് അവൻ ചാടുമെന്നുള്ള ഒരു നിഗമനം നേരത്തെ തന്നെ പോലീസിന് തോന്നിയതുകൊണ്ട് കുറച്ച് പോലീസുകാർ താഴേക്ക് ഓടിയിരുന്നു. അവൻ താഴെ ആ വെള്ളത്തിലേക്ക് ചാടിയതും അവര് ഓടിയെത്തിയതും ഒരേ നിമിഷത്തിലാണ് കടലിൽ നിന്ന് അവനെ വലിച്ചു കയറ്റി. അത് സാക്ഷാൽ ഫ്രാൻസിസ്കോ തന്നെയാണ്. ഫ്രാൻസിസ്കോയെ ശരിക്കും വലയിട്ട് മീൻ പിടിച്ചു കൊണ്ടുവരൂലേ, അതേപോലെ പോലീസ് വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. അവനെ ഒരുപാട് കിലോമീറ്ററുകൾ ഓടി പോലീസ് അവസാനം സാവപ്പോളയിൽ എത്തിച്ചു. സാവപ്പോളയിൽ അവനെ എത്തിച്ചതും സൽമയുടെ ആ സുഹൃത്തുക്കളാണ് ആദ്യം അവനെ തിരിച്ചറിഞ്ഞത്. സർ, ഇവൻ തന്നെയാണ് സൽമയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്, ഇവൻ തന്നെയാണ്. നിർണായകമായ തെളിവാണ് ആ പെൺകുട്ടികൾ കൊടുത്തത്. പക്ഷെ അതുകൊണ്ട് മാത്രം കോടതിയിൽ അവന്റെ കേസ് നിലനിൽക്കില്ല എന്നറിയാവുന്ന പോലീസ് അതീവ ശാസ്ത്രീയമായ ഒരു തെളിവ് ശേഖരണത്തിലേക്ക് കടന്നു. ഈ പെൺകുട്ടികളുടെയൊക്കെ ദേഹത്ത് സെമന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും ഒരുപാട് ദിവസം കഴിഞ്ഞാണ് ഈ ബോഡികളൊക്കെ പോലീസിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സെമന്റെ DNA പരിശോധന വേണ്ടത്ര നന്നായിട്ട് നടത്താനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ അന്ന് ബ്രസീലിൽ ഉണ്ടായിരുന്നില്ല. 97, 8, 9 വർഷങ്ങളിലാണ് ഈ കഥ നടക്കുന്നത്. DNA പരിശോധനയൊക്കെ ആ സമയത്ത് വ്യാപകമായി വരുന്നതേ ഉള്ളൂ. ഫെസിലിറ്റീസ് ഒരുപാട് വേണം. ആ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ DNA പരിശോധനയ്ക്ക് അത് ഉദ്ദേശിക്കുന്ന ശൈലിയുള്ള ഫലം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് പോലീസ് ഇപ്രാവശ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മറ്റൊരു കാര്യത്തിലാണ്. അവന്റെ ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്. ആ പൊട്ടിയ ഹെഡ്ലൈറ്റിലെ പൊട്ടിയ ചില്ലുകൾ കൊല്ലപ്പെട്ട സൽമയുടെ ഡ്രസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നേരത്തെ പോലീസ് കണ്ടിരുന്നു. ചെറിയ തരികൾ ആ ഡ്രസ്സിൽ ഉണ്ടായിരുന്നു. അവളുടെ ഡ്രസ്സിൽ ആ പൊട്ടിയ ചില്ലുകൾ വന്നത് എങ്ങനെ എന്ന ചോദ്യം അന്ന് പോലീസ് ചോദിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോ പോലീസിന് ആ ചോദ്യം ചോദിക്കേണ്ടി വന്നിരിക്കുകയാണ്. ആ ഡ്രസ്സിൽ പറ്റിപ്പിടിച്ചിരുന്ന ചില്ലുകളും ഈ ബൈക്കിലെ ചില്ലും ഒന്നാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഉറപ്പായും സൽമയുടെ കൊലപാതകത്തിന് ഫ്രാൻസിസ്കോയ്ക്ക് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ പറ്റും. ശരിക്കും അതൊരു ഹെർക്കുലിൻ ടാസ്ക് തന്നെയായിരുന്നു. പക്ഷേ ആ ടാസ്ക് വളരെ ഭംഗിയായി ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ തെളിയിക്കപ്പെടുകയാണ്. ആ ഹെഡ്ലൈറ്റിലെ ഗ്ലാസും അതുപോലെ ആ ഡ്രസ്സിൽ നിന്ന് കിട്ടിയ ഗ്ലാസും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പരിശോധനയ്ക്ക് വിധേയമായപ്പോൾ രണ്ടും ഒന്നാണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടു. അതുമാത്രമല്ല, ആ ഗ്ലാസിന്റെ കെമിക്കൽ കോമ്പിനേഷൻ അതും ഒന്ന് തന്നെയാണ്. സെബ എന്ന കമ്പനിയാണ് യഥാർത്ഥത്തിൽ ആ ഗ്ലാസ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയത്ത് നിർമ്മിക്കുന്ന ഗ്ലാസുകൾക്ക് ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് ഉണ്ടാകുന്ന എല്ലാ ഗ്ലാസ്സിലെയും കെമിക്കൽ കോമ്പിനേഷൻ ഒരേ ശൈലി തന്നെയായിരിക്കും. അതിവിടെ പ്രൂവ് ചെയ്യപ്പെടുകയാണ്. ടെമ്പേർഡ് ഗ്ലാസ് ആണല്ലോ ഈ ഹെഡ്ലൈറ്റിൽ ഉള്ളത്. അത് പൊട്ടുമ്പോൾ കൂർത്ത ചില്ലുകളായി മാറുന്നതിന് പകരം തരികളായി മാറും. ആ തരികളാണ് ആ ഡ്രസ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ആ ഹെഡ്ലൈറ്റ് പൊട്ടിയ സമയത്ത് അതിൽ എങ്ങനെയോ ഫ്രാൻസിസ്കോയുടെ കൈയോ ദേഹവോ പതിഞ്ഞു കാണും. ആ ദേഹത്ത് നിന്ന് ഈ പൊടികൾ ആ വാഹനത്തിൽ കയറിയിട്ടുണ്ട്. ആ വാഹനത്തിൽ കയറിയ സൽമയുടെ ബോഡിയിലേക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് കയറി. അല്ലെങ്കിൽ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളത് ഫ്രാൻസിസ്കോയുടെ കയ്യിൽ പതിഞ്ഞ ആ ചില്ലുകൾ പിടിവലിക്കിടയിൽ ഈ സൽമയുടെ ഡ്രസ്സിൽ പെട്ടുകയാണ്. അവളെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയതാണല്ലോ. അവളെ റേപ്പ് ചെയ്യാൻ വേണ്ടി ശരിക്കും ബലം പ്രയോഗിച്ചിട്ടുണ്ട്. ആ സമയത്ത് അയാളുടെ പുറത്തുണ്ടായിരുന്ന ആ പൊടികളൊക്കെ അവളുടെ പുറത്തേക്ക് വീണതാണ്. എന്തായാലും പോലീസ് ആ ഒരു നിഗമനത്തിലെത്തി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെയും കെമിക്കൽ കോമ്പിനേഷന്റെയും ഒരു കോമ്പിനേഷൻ വളരെ വർക്കിംഗ് ആയി മാറിയതായി പോലീസ് കണ്ടെത്തിയപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ കേസ് കോടതിയിൽ അവതരിപ്പിച്ചത്. അതോടൊപ്പം അയാളെ തിരിച്ചറിഞ്ഞ ദൃക്സാക്ഷികളും അതോടൊപ്പം DNA പരിശോധനാ ഫലത്തിലും അയാളുടെ സെമന്റെ സാന്നിധ്യം ആ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ ബോഡിയിൽ തിരിച്ചറിയുകയാണ്. അതിനെല്ലാം അടിസ്ഥാനത്തിൽ അയാൾക്ക് ശിക്ഷ വിധിച്ചു. അയാളെ തൂക്കിക്കൊല്ലാനൊന്നും കോടതി വിധിച്ചില്ല. അതിനു പകരം അയാൾക്ക് കോടതി വിധിച്ചത് 280 കൊല്ലത്തെ ജീവ പര്യന്തം തടവാണ്. ഈ 280 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും അയാൾക്ക് പരോള് കൊടുക്കരുതെന്നും കോടതി എടുത്തു പറഞ്ഞു. അയാൾ ഇനി പുറം ലോകം കാണാൻ പാടില്ല. കോടതിയുടെ ആ വിധി ശരിക്കൊരു ചരിത്ര വിധിയാണ്. സീരിയൽ കില്ലിംഗ് നടത്തിയ ആ ആള് ഏകാന്ത തടവിൽ ഇപ്പോഴും ജയിലിൽ ഉണ്ട് എന്നുള്ളതാണ് അവസാനം ലഭിച്ചിരിക്കുന്ന വാർത്തയിൽ നമ്മൾ കാണുന്നത്. ഈ കഥയിൽ ഒരു ഗുണപാഠമുണ്ട്. നല്ല സുമുഖൻ, മോഡലാക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ
ആ സുമുഖന്റെ സൗന്ദര്യത്തിൽ ലയിച്ചു പോകുന്ന പെൺകുട്ടികൾക്ക് ഇതൊരു പാഠമാണ്. അങ്ങ് ബ്രസീലിലെ സാവപ്പോളയിലാണ് ഇത് സംഭവിച്ചെന്ന് കരുതി അങ്ങ് തള്ളി പറയണ്ട, എവിടെയും സംഭവിക്കും. ഒരു ശ്രദ്ധ ആണായാലും പെണ്ണായാലും അപരിചിതരോട് ഇടപഴകുമ്പോൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. നമ്മളെ കെണിയിൽപ്പെടുത്താനായി വളരെ മനോഹരമായി നമ്മൾ സംസാരിക്കാനും ആ കെണിയിൽപ്പെടുത്താനും ഇത്തരം ആളുകൾക്ക് വല്ലാത്തൊരു ചാതുര്യമുണ്ടാവും. അത് തിരിച്ചറിയാനുള്ള ഒരു ശേഷി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.